ഹായ് ഗൈസ്, ഞങ്ങളിപ്പം മുത്തങ്ങ ഒരു സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് പോകുകയാണ്. സമയം ഇപ്പോൾ 6 മണി ആയിട്ടുണ്ട്. നമുക്ക് അടിവാരം ചുരം അതിലേക്ക് കയറിയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. നല്ല മോർണിംഗ് വൈബ്സ് ഒക്കെ ഉള്ള സ്ഥലമാണ്. വീട്ടിൽ നിന്നിറങ്ങി ചുരം കയറാൻ തുടങ്ങുമ്പോൾ അത്യാവശ്യം വെട്ടമായിരുന്നു. അങ്ങനെ നമ്മൾ വയനാട് ഗേറ്റ് എത്തി. വയനാട് നിന്ന് മുത്തങ്ങയിലെത്തി. മുത്തങ്ങയിൽ നിന്നും 2.5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ സ്റ്റേക്കേഷൻ. മുത്തങ്ങയിലേക്ക് തിരിഞ്ഞ് കാട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ മാനുകളെ കാണാൻ തുടങ്ങിയായിരുന്നു. കുറച്ച് ഓഫ് റോഡുകളൊക്കെ കടന്ന് അങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തി. കമ്മിക ഹോം സ്റ്റേയിലാണ് ഞങ്ങൾ നിന്നത്. ഇവർക്ക് ഇവിടെ തന്നെ 2 പ്രോപ്പർട്ടീസ് ഉണ്ട്. കെയർ ടേക്കർ പ്രദോഷേട്ടൻ വന്ന് നമുക്ക് സ്ഥലമെല്ലാം കാണിച്ചു തന്നു. നല്ല വ്യൂ ഉള്ള ഏരിയ ആണ്. ഫ്രണ്ടിൽ നല്ല ഒന്നാന്തരം ഒരു ട്രീ ഹട്ടും ഉണ്ട്. 2 നിലയുള്ള വീടാണിത്. 10ഓളം ആളുകൾക്ക് സുഖമായി ഇവിടെ നിൽക്കാൻ സാധിക്കും. പുറത്ത് തന്നെ ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യവും പാർട്ടി കൂടാനുള്ള സൗകര്യവും അടിപൊളി വ്യൂസ് കിട്ടുന്ന ട്രീ ഹട്ടും എല്ലാം ഉണ്ട്. ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല രസമാക്കിയിട്ടുണ്ട്. രാത്രിയിലെ കാഴ്ചകൾ അടിപൊളിയായിരിക്കും. താഴെ ഒരു ബെഡ്റൂമും കിച്ചണും ഹോളുമാണ് ഉള്ളത്. നല്ല നീറ്റായിട്ടുള്ള ബെഡ്റൂമാണ്. ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. എല്ലാം നല്ല വൃത്തിയിൽ തന്നെ കമ്മിക ഹോം സ്റ്റേയിലുള്ളവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇവരുടെ പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ കിടക്കുന്ന ചെറിയൊരു കാപ്പിത്തോട്ടമാണ്. ഞങ്ങൾ ബാഗെല്ലാം അൺപാക്ക് ചെയ്ത് കുറച്ച് ഫുഡ് വാങ്ങിക്കാനായിട്ട് മുത്തങ്ങയിലേക്ക് ഇറങ്ങി. ഫോറസ്റ്റ് വാച്ചേഴ്സിന്റെ ട്രീ ഹട്ടുകൾ ഉണ്ടായിരുന്നു വഴിയിൽ. ചെതൽപ്പുറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഈ തേക്കിന്റെ പ്ലാന്റേഷനിൽ കാണുന്നതെല്ലാം കംപ്ലീറ്റ് തേക്ക് മരങ്ങളാണ്. ഞങ്ങൾ വന്ന വഴിയല്ല തിരിച്ചു പോയത്. മെറ്റലിട്ട റോട്ടിൽ നിന്ന് മാറി കംപ്ലീറ്റ് ഒരു മൺ റോഡ് ഓഫ് റോഡിങ് സ്കീമിലാണ് ഞങ്ങൾ പോയത്. ഗൈസ്, നമ്മളിപ്പം ഇവിടെ എത്തി. മുത്തങ്ങ റിസോർട്ടിലേക്ക് എത്തി. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു ആലസ്യത്തിൽ ഇരിക്കുകയാണ്. അതാണ് മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ഞങ്ങൾ അവിടെ അടുത്തൊരു പുഴ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടേക്കൊന്ന് പോയി നോക്കിയാണ്. അവിടെ വെള്ളം ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പം പുഴയിലേക്ക് വേണ്ടിയിട്ട് പോകുകയാണ്. അഭിജിത്തേട്ട എന്താ പറയാനുള്ളത്? ഇല്ല, നല്ല വെയിലായിരുന്നു. യാത്ര ക്ഷീണമൊക്കെയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് മുത്തങ്ങയിൽ അവിടെ പോയി ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതൊക്കെ കഴിച്ച് പിന്നീട് ഉറക്കൊക്കെ നല്ല വെയിലായിരുന്നു. ഇപ്പം വെയിലിന് സമയമാണ്. ഇതിന് വെയിലൊക്കെ മാറി ഇപ്പോൾ ഒരു 4-5 മണിയൊക്കെ ആയിട്ടുണ്ട്. നൈസൊരു ക്ലൈമറ്റാണ്. അപ്പം ഇതിലേക്കൂടെ എന്നൊക്കെ ഇറങ്ങി എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. See you later. Bye. Hello guys. Hi guys. ഇത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഏരിയയിലുള്ള ഒരു ചെറിയ കടയാണ്. വളരെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഞങ്ങൾ ചായപ്പൊടിയും പഞ്ചസാരയും പിന്നെ കുറച്ച് ലേസും ചിപ്സും ഒക്കെ വാങ്ങിച്ച് ബാഗിലിട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ പുഴയുടെ അടുത്തെത്തി. അപ്പോൾ ഞങ്ങൾ പുഴയിലേക്ക് പോകുകയാണ്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഇതിൻ്റെ ഒരു 360 ഡിഗ്രി ആംഗിളിൽ അവിടെ കോളനിയാണ്, ട്രൈബ്സിൻ്റെ കോളനിയാണ്. ആ വഴിക്കാണ് നമുക്ക് പുഴയിലേക്ക് പോകേണ്ടത്. ആ കാണുന്നതാണ് ചെമ്പകം. ആ വൈഫല്ല. What?
അങ്ങനെ നമ്മൾ പുഴ കണ്ടു. ഒരു 2-3 പ്രാവശ്യം ഞങ്ങൾക്ക് വഴിതെറ്റി. ആൻഡ് ഫൈനലി ഇവിടുത്തെ പുഴ നമ്മൾ കണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ ഇച്ചിരി ഡേഞ്ചറാണെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ ഫെൻസിങ്ങിൻ്റെ ഇപ്പുറത്താണിപ്പോൾ ഉള്ളത്. അപ്പം നമുക്ക് അധികം രാത്രിയാകാതെ തന്നെ പുഴയിലേക്ക് പോയി കാലൊക്കെ വന്നിട്ട് ഒന്ന് ചില്ല് ചെയ്തിട്ട് വരാം. ഓക്കേ. പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പഴയ പമ്പ് സെറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. നിലവിൽ ഇത് വർക്കിംഗ് അല്ല. നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാലോ? ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ വണ്ടി ഇട്ട് വരുമ്പോൾ ഇവിടെ കുട്ടികളൊക്കെ പുലി കഴിഞ്ഞിട്ട് പോകുന്നത് കണ്ടിരുന്നു. ഗായ്സ്, ഞങ്ങളിപ്പോൾ മുത്തങ്ങയിലെത്തിയിട്ട് ഇവിടെ കാടിൻ്റെ അകത്തുള്ള മറ്റൊരു പുഴയിൽ ഇങ്ങോട്ടേക്ക് എത്തിയാണ്. ഇവിടെ ഈ വീഡിയോ എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം ഇവിടെ നിൽക്കുമ്പോൾ ചുറ്റോറം നോക്കിക്കൊണ്ട് തന്നെ നിൽക്കട്ടെ. എപ്പോഴും ആനയോ പോത്ത് എന്തെങ്കിലുമൊക്കെ ജീവികൾ എപ്പോൾ വേണമെങ്കിലും വരാം. മിനിഞ്ഞാന്ന് ഇവിടെ ആന വന്നിട്ടുണ്ടായിരുന്നാണ് പറഞ്ഞു. ഞങ്ങൾ വരുന്ന വഴിക്ക് ആനയുടെ കാൽപ്പാടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പുഴയാണ്. ജസ്റ്റ് ഇത് നോക്കൂ, ഇത് കണ്ടോ? കാടിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലമാണിത്. ഇത് കംപ്ലീറ്റ് ഫോറസ്റ്റ് ഏരിയ ആണ്. ഫെൻസിങ് ഒക്കെ അവിടെ ഞങ്ങൾ വരുന്ന വഴിക്കായിരുന്നു ഉണ്ടായിരുന്നത്. വണ്ടി അവിടെ വെച്ചിട്ട് ഞങ്ങൾ നടന്നാണ് വന്നത്. അപ്പം സന്ധ്യാറായിട്ടുണ്ട്. നമ്മൾ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല, പെട്ടെന്ന് തന്നെ തിരിച്ച് കയറി പോവുകയാണ്. അപ്പം ജീവികൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കയറിപ്പോകും. ഗൈസ്, ഞങ്ങളിത് പുഴയുടെ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ആന സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമെന്ന് പറയുന്നത്. ആനപ്പിണ്ടവും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ആന ഇറങ്ങി വരുന്ന വഴികളാണ് അവിടെയും ഇവിടെ എല്ലാം ഉള്ളത്. ഞാൻ ആനപ്പിണ്ടം അത് കാണിച്ചു തരാം. ഇതുകൊണ്ടോ, ഇത് ആനപ്പിണ്ടമാണ്. ഇത് ആന ഇവിടെ വന്ന് കുത്തി കയറിപ്പോകുന്ന സ്ഥലമാണ്. വെള്ളത്തിൻ്റെ ഐറ്റംസൊക്കെ ഇതിലേക്കിടയ്ക്ക് കാണാം. പുഴയിൽ ആന വന്ന് വെള്ളം കുടിച്ചിട്ട് പോകുന്ന സ്ഥലം. ഇത് കുറച്ച് നാൾ പഴക്കമുള്ള ആനപ്പിണ്ടമാണ്, അടുത്തുള്ളതൊന്നുമല്ല. കൊക്കൊക്കെ പറന്നു പോകുന്നുണ്ട്. അവിടെ ആൾക്കാർ വന്ന് കുളിക്കാനൊക്കെ ആയിട്ട് ഈ ഏരിയ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവിടെ അലക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിൽക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചുറ്റും നോക്കി തന്നെ വേണം നിൽക്കാനായിട്ട്. പ്രിൻസിപ്പൾ അതാ പുഴയിലെ കാലം അനുസരിച്ച് നിൽക്കുകയാണ്. കുരങ്ങൾ വാണിങ് വരുന്നുണ്ട്. അപ്പം നമുക്കിപ്പോൾ ആന ചോട്ടി പോയിട്ടുണ്ട്. അതിൻ്റെ പാടാണ് ഈ കിടക്കുന്നത്. ഈ ഏരിയയിൽ നിന്നാണ് നമ്മൾ വന്നത്. കിടന്ന സ്പോട്ടാണ് പുഴ. അപ്പോൾ ഗൈസ്, ഞങ്ങളിവിടെ വന്നിട്ട് പുഴയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോകുകയാണ്. ഒരുപാട് ലേറ്റ് ആകുന്നതിന് മുമ്പ്, ഇരുട്ടാകുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചു പോകണം. കാരണം ഞങ്ങൾക്ക് ഇവിടെ പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. പിന്നെ വന്യജീവികൾ വരുമോ, ആരൊക്കെയാണ് വരിക, ഞാൻ ഇറങ്ങും, ആനയുടെ കാൽപ്പാടും ഒക്കെ ആയിട്ട് ഞങ്ങളിവിടെ കണ്ടിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് പോവുകയാണ്. ഈ സ്ഥലം ഒരു രക്ഷയില്ല. നല്ല ഭംഗിയുള്ള ഒരു സറിയലിസ്റ്റിക് പ്ലേസ് ആണ് ആക്ച്വലി ഇത്. കാട്ടിൽ നിന്ന് കുരങ്ങുകളുടെ ശബ്ദം കേൾക്കാം. പിന്നെ പ്രാവുകൾ പോലത്തെ സാധനങ്ങൾ, എന്തൊക്കെ വാണിംഗ് സൈനുകളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം അധികം നിന്ന് കളിക്കുന്നില്ല, നമ്മൾ കയറിപ്പോവുക. രാത്രി ലൈറ്റും കൂടെ ഇട്ടപ്പോൾ ഇവിടെ കുറേ കൂടെ അടിപൊളിയായി. ഗൈസ്, ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ മൈക്കും സ്പീക്കറൊക്കെ ഉണ്ട്.
അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു പൂതി മൈക്കിലത് പാട്ട് പാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ ഗാനം അഭിജിത്തേട്ടനാണ് ആലപിക്കുന്നത്. അപ്പോൾ നമുക്കത് കണ്ടിട്ട് വന്നാലും. പാട്ടിനെന്നും താളം പിടിക്കും പെണ്ണ് താളത്തിനൊത്തു നല്ല ചോറ് വെച്ചിടും പാടത്തിൽ കോരത്തവൾ എന്നും ഇരിക്കും തെച്ചി പൂവ് പറിക്കാനായി മെല്ലെ നടക്കും മന്ദാരം പയ്യനെ കാണാൻ മരത്തിൽ നിറഞ്ഞിരുന്ന് അരുമറി അറിയവളെന്ന് നോക്കിയിടും പിന്നെ പുഞ്ചിരി മുത്തങ്ങയിലെ മോർണിംഗ് വ്യൂ കാണിച്ചു തരാം. രാവിലെ ധാരാളം കിളികളുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് എണീച്ച് വന്നത്. ഒരുപാട് കിളികളുണ്ട് ഇവിടെ. വെയിലത്ത് കണ്ട പാടങ്ങളെല്ലാം ദാ മഞ്ഞിലിങ്ങനെ മൂടി കിടക്കാണ്. നല്ല തണുപ്പാണ് ഇവിടെ. മോർണിംഗ് വ്യൂ ഒരു രക്ഷയില്ല, സൂപ്പർ. രാവിലെ തന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായി മുത്തങ്ങയിലെ മോർണിംഗ് വൈബ് എന്താണെന്നറിയാൻ ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. മൃഗങ്ങൾ ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ ആനേനെയും കാണാൻ പറ്റും. ഞങ്ങൾ രാവിലെ എണീറ്റൊരു റൈഡിന് വന്നതാണ്. അപ്പോഴാണ് ഞങ്ങൾ ഈ കാഴ്ച കാണുന്നത്. ഒരുപാട് മാനുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഈ കാട്ടിൻ്റെ നടുവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. പക്ഷെ ഫോണിൽ അത്ര കണ്ട് കിട്ടുന്നില്ല. നേരിട്ട് കാണാൻ ഒരു രക്ഷയില്ല. മാന് പോസ് ചെയ്യുന്നുണ്ട്. മാൻ അവിടെ നിന്നിട്ട് പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കത് അത്ര ക്ലാരിറ്റിയിൽ കിട്ടുന്നില്ല. പക്ഷെ നേരിട്ട് കാണാൻ നിങ്ങൾ എന്തായാലും മസ്റ്റ് വിസിറ്റാണ് ഇവിടെ. ഇവിടെയൊക്കെ ഒരുപാട് മാനുകളുണ്ട്. അങ്ങനെ ആ ഭാഗത്തൊക്കെ ആയിട്ട് കുറെ മാനുകൾ ഉണ്ടായിരുന്നു. മാനിനൊപ്പം കുറെ വെള്ളക്കൊക്കുകളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ റോഡിന്റെ റൈറ്റ് സൈഡിലുണ്ടായിരുന്ന മാനുകൾ ലെഫ്റ്റിലേക്ക് ഓടിപ്പോകാൻ തുടങ്ങി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുക. ഒന്ന് നടന്നാലോ എന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ നടക്കുക. കുറേ നാളായിരുന്നു ക്യാരംസ് കളിച്ചിട്ട്. ജസ്റ്റ് ഇപ്പം കണ്ടപ്പോൾ ഒരു കൗതുകത്തിൽ ഞങ്ങൾ വിചാരിച്ചത് അങ്ങനെ റോഡ് സൈഡിലൂടെ ഓട്ടോചേട്ടന്മാരൊക്കെ കളിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ബോർഡാണെന്ന് തോന്നുന്നു. ഇവിടെ ഫൈബറിൻ്റെ കോയിൻസ് രസമുണ്ട്. വലിയ ബോർഡാണ്. ജസ്റ്റ് കുറേ നാളായി സർട്ടിഫിക്കറ്റ് കിട്ടാൻ പറഞ്ഞുകൂടാ. ക്യാരംസ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറെ കുരങ്ങന്മാർ ലോറിയിലും വീടിന്റെ പുറപ്പൊക്കത്തൊക്കെ ആയിട്ട് ചാടിക്കളിച്ച് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബന്ദിപ്പൂരിലേക്ക് ചെറിയൊരു റൈഡ് പോന്നായിരുന്നു. ഉച്ചസമയമായിരുന്നാൽ നല്ല വെയിലുണ്ടായിരുന്നു. സൂര്യാന്തിപ്പാടങ്ങളെല്ലാം കരിഞ്ഞു കിടക്കുകയായിരുന്നു. മരത്തണലിൽ കുറച്ചേരം വിശ്രമിക്കാൻ നിർത്തിയപ്പോൾ കുറച്ച് കുരങ്ങുകൾ ഞങ്ങളെ പാസ് ചെയ്തു പോയി. ആനേനെ കണ്ടു. അങ്ങനെ ഫൈനലി കുറേ നേരം ഞങ്ങൾ ഒരു ആനനെ കാണാൻ വെച്ച് നടക്കുന്നത്. ഫോറസ്റ്റിന്റെ കുങ്കിയാനകളാണ് ഇവിടെ ഉള്ളത്.
ഞങ്ങൾ പോയപ്പോൾ കണ്ടില്ല, ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും അവസാനം അത് കാണാൻ പറ്റി. ഫോറസ്റ്റിന് 2 കുങ്കിയാനകൾ അതാ കാട്ടിൽ നിൽക്കുന്നു. പാപ്പാന്മാരും അടുത്ത് തന്നെയുണ്ട്. മറ്റൊരാന റോഡിന്റെ ഇപ്പുറ സൈഡിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. കാട്ടാനെ കണ്ടില്ലെങ്കിലും ഇവരെ കണ്ടത് നല്ലൊരു ആശ്വാസമായി. തിരിച്ചു വരുന്ന വഴി കാരാപ്പുഴ ഡാം ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് ഞങ്ങൾ കരുതി. ഞങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. ഞങ്ങൾ വളരെ വളരെ മുൻപോട്ട് വന്നു പോയി. അതിനിടയിൽ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് മുളേരി പായസം ഉപ്പിലിട്ടാണ്. ഞങ്ങളിപ്പോൾ ഇറങ്ങിയത് 4:57, സമയം വൈകുന്നേരം 4:57. ടിക്കറ്റ് കൗണ്ടർ 5 മണി. അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും വരാം. ഇത്രയും വലിയ ബാഗൊന്നും ഇല്ല. നമ്മുടെ ബാഗൊക്കെ ഒരു ട്രാവൽ ബാഗ് കുഴപ്പമില്ല. നെക്സ്റ്റ് ടൈം യെസ്. പൂക്കോടിലേക്കും ക്ലോസിംഗ് ടൈം ആയിരുന്നാൽ അതും കാണാൻ പറ്റിയില്ല. ഇനിയുള്ള വരവിൽ അതും കാണാമെന്ന് മനസ്സിലുറപ്പിച്ച് ഞങ്ങൾ വയനാട് ഗേറ്റിലൂടെ തിരിച്ച് കോഴിക്കോട്ടേക്ക് ഇറങ്ങി.